ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. എൻ്റെ പൊന്നുമക്കളെ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമ്മൾ 8ാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ഥിതവൈദ്യുതി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ ഈ വരുന്ന പരീക്ഷയിൽ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ചിത്രവും 4 ചോദ്യങ്ങളും ഏതായിരിക്കുന്നല്ലേ? വാ നമുക്ക് നോക്കാം. ഈ ഒരു ചിത്രം എല്ലാവർക്കും ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ പെട്ടെന്നാണോ സാറേ ഞങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാം, എന്നെങ്കിലൊന്ന് പേര് പറയൂ. എന്താണ് അതിൻ്റെ പേര്? പറയൂ. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇലക്ട്രോസ്കോപ്പ് എന്നാണ്. അപ്പോൾ ഈ ഒരു ചിത്രം നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് 4 ചോദ്യങ്ങളാണ് നമുക്ക് എപ്പോഴും സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കാറ്. ആ 4 ചോദ്യങ്ങളും ഈ ഒരു ചിത്രം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ആവാഹിച്ചെടുക്കുന്നു, മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ പേര് ഓർത്തേക്ക്. ഇതിൻ്റെ പേരെന്താണ്? ഇലക്ട്രോസ്കോപ്പ്. എന്താണ് പേര്? ഇലക്ട്രോസ്കോപ്പ്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇതിൻ്റെ ഒറ്റ പേര് മാത്രമുള്ളത്. ഏതാണ്? ഇലക്ട്രോസ്കോപ്പ് എന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ സാധാരണ രീതിയിൽ എപ്പോഴും ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കണം മക്കൾസ്. എന്താണ്? ഒന്ന് മെറ്റൽ സ്പിയർ, അതായത് ലോഹഗോളമാണ്. ഈ ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ഗോളം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് ജാറ്, അതായത് സാധാ ഒരു കുപ്പിയാണ്, ഒരു ഗ്ലാസിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരിക്കും. പിന്നെ ഒരു മെറ്റാലിക് കണ്ടക്ടർ, ഒരു ചാലകം ഉണ്ടായിരിക്കും. അതായത് വൈദ്യുതി കടത്തിവിടുന്ന ഒരു പദാർത്ഥങ്ങളാണല്ലോ നമ്മൾ കണ്ടക്ടർ, ചാലകം എന്ന് പറയുക. അപ്പോൾ ഒരു മെറ്റാലിക് കണ്ടക്ടർ ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഏറ്റവും എൻഡിൽ ഗോൾഡ് ലീഫിലെ, അതായത് ഗോൾഡൻ ലീവ്സ്, അതായത് 2 സ്വർണ്ണ ദളങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറയും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഓർത്തു വയ്ക്കണം. എന്തൊക്കെയായിരിക്കണം? മെറ്റൽ സ്ഫിയർ ആണ്, പിന്നെ ഒരു ഗ്ലാസ് ജാർ വരുന്നുണ്ട്, പിന്നെ ഒരു മെറ്റാലിക് കണ്ടക്ടർ വരുന്നുണ്ട്, ഇവിടെ പിന്നെ ഒരു ഗോൾഡൻ ലീവ്സ് ആണല്ലേ, ഗോൾഡ് ലീവ്സ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളിതിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഇനി ഇതിനകത്ത് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ചോദ്യം നിങ്ങളൊന്ന് വായിച്ച് കേൾക്കട്ടെ. എന്താണ്? ഡാഷ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് ടു നോ ദ പ്രസൻസ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ്. സ്ഥിത വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാനുള്ള ഒരു ഉപകരണം ഏത് എന്നുള്ള ചോദ്യം വരും. അപ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. എന്തായിരിക്കണം? ഇലക്ട്രോസ്കോപ്പ്. ആ ഒരു പേര് ഓർത്തേക്ക്. എന്താണ്? ഇലക്ട്രോസ്കോപ്പ്. അപ്പോൾ സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം, പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുക. അല്ലാതെ അത് പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ അങ്ങനെ കണ്ടെത്താനല്ല. പകരം ആ ചാർജിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഡിവൈസ്, ചെറിയൊരു ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. അങ്ങനെയെങ്കിൽ ഈ ഇലക്ട്രോസ്കോപ്പിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഇലക്ട്രോസ്കോപ്പ് ഇതിൻ്റെ ഈ ഒരു മെറ്റൽ അല്ലെങ്കിൽ മെറ്റൽ സ്ഫിയർ എന്നൊക്കെ നമ്മൾ ലോഹഗോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിലേക്ക് നമ്മളൊരു ചാർജ് ചെയ്ത, നെഗറ്റീവ് ചാർജ് ചെയ്ത ഒരു ദണ്ട് ഇതിൽ ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജായി മാറും. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് എന്ത് ചാർജായി മാറുന്നു? നെഗറ്റീവ് ചാർജായി മാറുന്നു. അങ്ങനെയെങ്കിൽ കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജായി മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗോൾഡൻ ലീവ്സ്, ഈ സ്വർണ്ണ ദളങ്ങളും എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ചാർജായിട്ട് മാറുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? വികർഷിക്കുന്നു, അകലുന്നു. അപ്പോൾ ഒരു ചാർജ് ചെയ്ത ഒരു ദണ്ട് ആ ഇലക്ട്രോസ്കോപ്പിൻ്റെ മുകൾ ഭാഗത്ത് ടച്ച് ചെയ്ത താഴെ ലീവ്സ് ഇങ്ങനെ റിപ്പൽ ചെയ്യുന്ന കാണാൻ പറ്റും. കാരണം എന്താണ്? സെയിം ചാർജുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഇനി പോസിറ്റീവ് ചാർജാണ് കൊണ്ടുവന്നേക്കുന്നെങ്കിലോ? സാറേ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടും വേണ്ട. എന്താണ്? പോസിറ്റീവ് ചാർജാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ ഇത് കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജായി മാറും. അത്ര വ്യത്യാസമുള്ളൂ. അപ്പം നെഗറ്റീവ് ചാർജ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജായി. പോസിറ്റീവ് ചാർജാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് ഏത് ചാർജായി മാറുന്നു? അത് കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജായിട്ട് മാറുന്നു. അങ്ങനെ സെയിം ചാർജുകൾ, പോസിറ്റീവ് ചാർജ് വന്നാലും ആ ലീവ്സ് ഇങ്ങനെ ചെറുതായിട്ട് എന്ത് ചെയ്യും? റിപ്പലെയും വികർഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ചാർജ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്വർണ്ണ ദളങ്ങളിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് ആ ദളങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാനും അവിടെ ചാർജ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ചാർജ് ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു ചിത്രം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം എപ്പോഴും വരും, 1 മാർക്കുള്ള ചോദ്യം വരെ. അടുത്തൊരു ചോദ്യം ഇതൊന്ന് വായിക്കൂ നിങ്ങൾ. എന്താണ് ചോദ്യം? ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് അല്ലെ എന്താണ്? ചാർജ് അളക്കാനാണ് ഒരു പോയിന്റ്. ചാർജിൻ്റെ സാന്നിധ്യം അറിയാനാണ് രണ്ടാമത്തെ പോയിന്റ്. ഏതുതരം ചാർജാണ് തിരിച്ചറിയാനാണ്. ഇതാണ് നമ്മുടെ ചോദ്യം. ഇതാ ഇംഗ്ലീഷ് മീഡിയം ഇവിടെ ഉണ്ട്, പേടിക്കണ്ട. എന്താണ്? ഇലക്ട്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു ഡാഷ്. എന്താണ്? മെഷർ ചാർജ്, അല്ലെങ്കിൽ ടു മെഷർ ദ ചാർജ് അല്ലേ. അടുത്ത എന്താ? ടു നോ ദ പ്രസൻസ് ഓഫ് ചാർജ് അല്ലേ. നോ ദ പ്രസൻസ് ഓഫ് ചാർജ്. അടുത്ത പോയിന്റ് ഇതായിരിക്കും ഐഡൻറ്റിഫൈ ദ നാച്ചർ ഓഫ് ചാർജ്. ചാർജിൻ്റെ ആ ഒരു എന്താണ് സ്വഭാവം എന്താണെന്നുള്ളത് കണ്ടെത്തണം. അപ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ ആൻസർ ഏതായിരിക്കും?
നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ സാന്നിധ്യം അറിയാനാണെന്ന് ഓർത്തേക്ക്. ഏതാണ്? നോ ദ പ്രസൻസ് ഓഫ് ചാർജ്, ഇതാണ് അതിൽ വരിക. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ABCD അങ്ങനെ ഓരോ ചോദ്യങ്ങൾ വരും. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യം? ഐഡന്റിഫൈ ദ ഡിവൈസ്. ഇങ്ങനെ ചിത്രം തന്നിട്ട് എപ്പോഴും നമുക്കൊരു ചോദ്യം വരും, ഐഡന്റിഫൈ ദ ഡിവൈസ്, ഈ ഉപകരണം തിരിച്ചറിയുക. ഒരു കൺഫ്യൂഷനും വേണ്ട, ഒരു തരി സംശയവും വേണ്ട, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞ് ഏതാണ് ഇലക്ട്രോസ്കോപ്പ് എന്നുള്ളത് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. അതിൻ്റെ ആൻസർ ഏതായിരിക്കണം? ഇലക്ട്രോസ്കോപ്പ്, ഓർത്ത് വയ്ക്കുക കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് യൂസ്? ഇതിൻ്റെ ഉപയോഗം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു. എന്താ പഠിച്ചത്? നോ ദ പ്രസൻസ്, അല്ലേ? പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്, വൈദ്യുത ചാർജിൻ്റെ, സ്ഥിത ചാർജിൻ്റെ അല്ലെങ്കിൽ ചാർജിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ. ഓർത്തേക്ക്, ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല, പകരം ഓർത്തേക്ക് വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ. നോ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് ഓർത്തേക്കുക. അതാണ് നമ്മളെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്താ? മാർക്ക് ദ മെറ്റൽ സ്ഫിയർ, ഗോൾഡ് ലീവ്സ് ആൻഡ് മെറ്റാലിക് കണ്ടക്ടർ. കണ്ടില്ല? മാർക്ക് ചെയ്യാം. ഈ ഉപകരണത്തിലെ ലോഹഗോളം, അതേപോലെ തന്നെ സ്വർണ്ണതളങ്ങൾ, ലോഹചാലകം എന്നിവ അടയാളപ്പെടുത്തുക. നമുക്കറിയാം ലോഹഗോളം മെറ്റാലിക് സ്ഫിയർ ഇതാണ്, ഇനി ലോഹചാലകം മെറ്റാലിക് കണ്ടക്ടർ ഇതാണ്, ഇനി ഗോൾഡ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തു വയ്ക്കുക. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം ഇതിനെ ബേസ് ചെയ്തിട്ട് വരിക. ചാർജിൻ്റെ സവിശേഷതകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്? ചാർജുള്ള വസ്തുക്കൾ ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു, അല്ലേ? ചാർജുള്ള വസ്തുക്കൾ ചാർജ് ഇല്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ വ്യത്യസ്ത ചാർജുകൾ എപ്പോഴും തമ്മിൽ ആകർഷിക്കുന്നു. അങ്ങനെയെങ്കിൽ സജാതീയ ചാർജുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? വികർഷിക്കുന്നു. ഓർത്തു വയ്ക്കുക, എന്താണ്? ചാർജഡ് ബോഡി അട്രാക്ട് അൺചാർജഡ് ബോഡീസ്, അല്ലേ? ചാർജ് ഉള്ള വസ്തുക്കൾ ചാർജ് ഇല്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. ഓർത്ത് വയ്ക്കുക. ലൈക്ക് ചാർജ് എപ്പോഴും എന്ത് ചെയ്യുന്നു? ഒരേപോലത്തെ ചാർജ് എപ്പോഴും റിപ്പൽ ചെയ്യുന്നു. ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ അൺലൈക്ക് ചാർജ് എപ്പോഴും എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഇലക്ട്രോസ്കോപ്പിനെ ബേസ് ചെയ്തിട്ട് ഒരു ചിത്രവും 4 ചോദ്യങ്ങളും സെറ്റാണല്ലോ മക്കളെ. ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ട് മനപ്രയാസമില്ലല്ലോ. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈസിയാണ്, പഠിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക. നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കേടാ.